ബോസ് മലയാളം സീസൺ 6 തുടങ്ങാനിരിക്കുന്ന ഫാമിലി വീക്കിൽ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഫാമിലിയാണ് ജാസ്മിൻ ജാഫറിൻ്റെത്. ജാസ്മിന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്ന് ജാസ്മിനോട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് 100% ഉറപ്പായ ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. ജാസ്മിന്റെ അച്ഛൻ, അതായത് നമ്മുടെ ജാഫർ ഇക്ക ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നില്ല. ജാസ്മിന്റെ വീട്ടുകാരെ ബിഗ് ബോസിലെ ഫാമിലി വീക്കിന് വേണ്ടി കോണ്ടാക്ട് ചെയ്ത സമയത്ത് ജാസ്മിന്റെ ഫാദറിന് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. ജാസ്മിന്റെ വീട്ടിൽ നിന്ന് 2 പേരാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്, ജാസ്മിന്റെ അനിയനും അതുപോലെ തന്നെ ഉമ്മയും. അങ്ങനെ അവർ 2 പേരുമാണ് ജാസ്മിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഫാമിലി വീക്കിൽ പങ്കെടുക്കാനായിട്ട് ബിഗ് ബോസിലേക്ക് വരുന്നത്. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ജാസ്മിനായിട്ട് കുറെ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടാവും. അപ്പൊ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ജാസ്മിന്റെ അച്ഛന് ജാസ്മിനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് ചോദിക്കാനോ, അതുപോലെ തന്നെ ജാസ്മിന് തന്റെ വാപ്പയോട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും ഈ ഒരു ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ സാധിക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അത് വ്യക്തമായിട്ട് അറിയുന്ന ജാസ്മിന്റെ വാപ്പ, അതായത് നമ്മുടെ ജാഫർ ഇക്ക ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഇത് ഏകദേശം 100% ഉറപ്പായ ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ജാസ്മിന്റെ വീട്ടിൽ നിന്ന് അനിയനും ഉമ്മയുമാണ് വരുന്നത്. നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു ഫാമിലി വരുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ പുറത്തുള്ള ജനപിന്തുണയും അതുപോലെ തന്നെ ആ വ്യക്തിയെ പറ്റി എന്താണ് പുറത്തെ ആളുകൾ സംസാരിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം തീർച്ചയായിട്ടും ആ ഒരു കണ്ടസ്റ്റന്റിന് മനസ്സിലാകും. ഇപ്പോൾ ജാസ്മിന്റെ കേസ് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 5 ഉറപ്പായ ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പോ ജാസ്മിന്റെ കാര്യങ്ങൾ പുറത്ത് കുറച്ച് നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ വോട്ട് കിട്ടുന്നുണ്ട് ജാസ്മിൻ ഹോട്ട്സ്റ്റാറിൽ. അത് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വിജയിക്കാൻ തക്ക രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെ പറയണം. എന്തൊക്കെയായാലും ജനപിന്തുണ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ജാസ്മിൻ ജാഫർ. അപ്പൊ തീർച്ചയായിട്ടും ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്ന് കുറച്ചധികം ഹിൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ജാസ്മിന് ഗെയിം ഒന്ന് ഡീവിയേറ്റ് ചെയ്യാനായിട്ടുള്ള സമയം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത്ര നേരത്തെ തുടങ്ങുകയാണല്ലോ ഫാമിലി വീക്ക്. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന ജാസ്മിന്റെ ഉമ്മയോടും അനിയനോടും ജാസ്മിൻ ഗബ്രിയെ പറ്റി ചോദിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിട്ട് പുറത്തു വന്നതിന് ശേഷം വീട്ടിൽ വിളിച്ചിരുന്നോ, നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ എന്നൊക്കെ തീർച്ചയായിട്ടും ജാസ്മിൻ ചോദിക്കും. കാരണം ഈ ഒരു സാധ്യതയൊന്നും ജാസ്മിൻ തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ജാസ്മിൻ ഏകദേശമൊക്കെ അറിയാം പുറത്ത് ഇവരുടെ കോംബോ അത്ര വർക്കൗട്ട് ആയിട്ടില്ല. ഇവരുടെ ഈ ഒരു ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു ബന്ധം ആളുകൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശമൊക്കെ ജാസ്മിന് പിടികിട്ടിയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡുകളിലൊന്നും സംസാരിക്കുന്നതും ആ ഒരു സമയത്ത് അവിടെ കാണാനിരിക്കുന്ന വ്യൂവേഴ്സിന്റെ കൈയടിയിലൂടെയും അതുപോലെ തന്നെ പല കാരണങ്ങളും ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിനും ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണെന്നുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ പറ്റി ജാസ്മിൻ വീട്ടുകാരോട് പറയാനും ഒക്കെ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടക്കാൻ പോകുന്നതെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ജാസ്മിന്റെ വാപ്പ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്നുള്ള സെറ്റപ്പിലായിരിക്കും പുള്ളി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ജാസ്മിന്റെ അനിയനും അമ്മയുമാണ് വരുന്നത്. 2ാമതാട്ടെന്ന് തോന്നുന്നു ജാസ്മിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരാഴ്ചയിൽ തന്നെ അത് കാണാൻ സാധിക്കും. ഈ ഒരാഴ്ച വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശനിയും ഞായറും ഈ ഒരു ഫാമിലി വീക്ക് തന്നെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്